മനുജ, ഈ അഹമ്മദാബാദ് വിമാനാപകടത്തിന് ഒരു കാരണമുണ്ട് എന്ന് പലതരം അഭ്യൂഹങ്ങളുണ്ട്. അതായത് ഇതിനകത്ത് വിദഗ്ധരായവരും പറയുന്നുണ്ട്. അതുപോലെ തന്നെ വാർത്ത കേട്ട് വിദഗ്ധരായിക്കൊണ്ടിരിക്കുന്നവരും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. മാത്രമല്ല, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം, പഹൽഗാം അറ്റാക്കിന് ശേഷം ഇന്ത്യ ഇപ്പോൾ നേരത്തെ ലോകരാജ്യങ്ങൾക്കിടയിൽ വാനോളം ഉയരുന്നു. മാത്രമല്ല, പാകിസ്ഥാനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നു, തുർക്കിക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ അതിസങ്കീർണമായ സമയത്തൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ വിമാനാപകടം നടന്നത്. അതുകൊണ്ട് തന്നെ പലതരത്തിൽ അതുമായിട്ട് കണക്ട് ചെയ്ത് പറയുന്നുണ്ട്. ഇന്ത്യയുടെ നയതന്ത്രപരമായിട്ടും ബന്ധപ്പെടുത്തി ഈ ഒരു വിമാനാപകടത്തെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എങ്ങനെ ഈ ഒരു അപകടം ഉണ്ടായി, അതിന് കൃത്യമായ ഒരു ഉത്തരം എല്ലാവരും തേടുന്നുണ്ടായിരുന്നു. അത് അറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു. എന്താണ് സംഭവിച്ചത്, ഇത്രയും വലിയ ദുരന്തം ഉണ്ടാവാൻ കാരണം എന്താ? ബോയിങ് പോലുള്ള അത്യാധുനിക ഒരു വിമാനം, എല്ലാ സുരക്ഷാ സംവിധാനങ്ങളുമുള്ള ഒരു വിമാനം പെട്ടെന്ന് ഒരു എഞ്ചിൻ ഫെയിൽ അല്ലെങ്കിൽ ത്രസ്റ്ററുകൾ വർക്കാവാത്തതുകൊണ്ട് അത് 242 പേരിൽ മരിച്ച ഒരവസ്ഥയിൽ, 241 പേരും, ഒരാൾ മാത്രം രക്ഷപ്പെട്ടു. എന്നാൽ പോലും അത്രയും വലിയൊരു മരണത്തിലേക്ക് നയിച്ച കാരണം എന്താണ്? ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ, അതായത് ജനവാസ മേഖലയിൽ ഇടിച്ചിറക്കാൻ കാരണം എന്താണ്? അങ്ങനെ ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിരുന്നു അതിന് ഉത്തരം കിട്ടും. അതിനകത്ത് ഒരു വിമാനാപകടം ഉണ്ടാകുമ്പോൾ അതിനകത്ത് ഏറ്റവും വലിയ തെളിവായിട്ടുള്ളതാണ് അതിനകത്തുള്ള ബ്ലാക്ക് ബോക്സ് എന്നത്. അപ്പോൾ ഇപ്പോൾ ലഭിക്കുന്ന വിവരം പ്രകാരം ബ്ലാക്ക് ബോക്സ് തകർന്നു. ഇനി അതിൽ നിന്ന് വിവരങ്ങൾ കിട്ടാൻ വളരെ സാധ്യത കുറവാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ബ്ലാക്ക് ബോക്സ് ആയിരുന്നു നമ്മുടെ അവസാന ഒരു പ്രതീക്ഷ. ഇതിപ്പോൾ അന്വേഷണ ഏജൻസികളെല്ലാം തന്നെ ഉണ്ടായിരുന്നു ഇതിനകത്ത് സജീവമായിട്ട്. NIA അടക്കം ആദ്യം വന്നു. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വ്യോമയാന അന്വേഷണ സംഘങ്ങളെല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു പ്രതീക്ഷയായിരുന്നു ബ്ലാക്ക് ബോക്സ് തിരിച്ചു കിട്ടും, അതിൽ നിന്നൊരു ഉത്തരം കിട്ടും. ഫ്ലൈറ്റിൽ എന്താണ് പൈലറ്റ് അവസാനമായിട്ട് പറഞ്ഞത്, അതിലുള്ള ആളുകളുടെ പ്രതികരണം എന്തായിരുന്നു, ഫ്ലൈറ്റിൽ എന്തൊക്കെ തകരാറുകൾ ഉണ്ടായിരുന്നു എന്നാണ്. ബ്ലാക്ക് ബോക്സിൽ പ്രധാനമായിട്ടും 2 ഡിവൈസുകളാണുള്ളത്, 2 ഉപകരണങ്ങൾ ചേർന്ന ബ്ലാക്ക് ബോക്സ്. അതിൽ ഒന്ന് കോക്പിറ്റ് വോയിസ് റെക്കോർഡർ, അതായത് CVR എന്ന് പറയുന്നത്. മറ്റൊന്ന് FDR എന്ന് പറയുന്നത്, അതായത് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ. അതിൽ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറിനാണ് ഈ ഒരു തകരാറ് വന്നത്. അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റിന് എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി നമുക്കറിയാൻ സാധിക്കില്ല, ഏതാണ്ട് സാധിക്കില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഒരു അവസാന ഒരു പോംവഴി എന്നത് ഇത് അമേരിക്കയിലേക്ക് ഒരു ട്രാൻസ്പോർട്ട് അതോറിറ്റി എന്തോ ഉണ്ട്. അപ്പോൾ അവിടെയാണ് ഇത് അയക്കാൻ പോകുന്നത് ഈ ഒരു അപ്പോൾ അവസാന ഒരു പ്രതീക്ഷ അതാണ്. അവിടെ നിന്ന് വിദഗ്ധ നിരീക്ഷകർക്ക് ശേഷം ഇത് കിട്ടുകയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ കഴിയൂ. അതൊരു രഹസ്യമായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുക എന്നുള്ള ആശങ്ക കൂടി ഇതിനകത്ത്. നോക്കൂ, ഇതിൽ ഏറ്റവും കൺസേൺ ആയിട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, പാകിസ്ഥാനോട് ഇന്ത്യ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് തീവ്രവാദത്തിനെതിരായി. ഈ ഘട്ടത്തിൽ തന്നെയാണ് കൊച്ചി തുറമുഖത്തിനടുത്തായും കോഴിക്കോട് തീരപ്രദേശത്തുമായി 2 കപ്പലപകടങ്ങൾ നടക്കുന്നത്. ഇതിന് തൊട്ട് പിന്നാലെയാണ് മറ്റൊരു മഹാദുരന്തം ഇന്ത്യയെ തേടി എത്തുന്നത്. ഇന്ത്യ കണ്ട ഏറ്റവും 2ാമത്തെ വലിയ വിമാന ദുരന്തത്തിലേക്ക് വരുന്നു. അപ്പോൾ ഇവിടെ എല്ലാം ഒരു അട്ടിമറി സാധ്യതകൾ, അതൊക്കെ പലതും കോൺസ്പിറസി തിയറികളായിരുന്നു, ഗൂഢാലോചന സിദ്ധാന്തങ്ങളായിരുന്നെങ്കിലും നമ്മളൊക്കെ എപ്പോഴും നിശബ്ദമായിരുന്നത്, നമ്മൾ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്, നമ്മളൊക്കെ നിശബ്ദമായിരുന്നത് ഒന്ന് ഇതിൻ്റെ സാങ്കേതികമായ വിഷയങ്ങളിൽ പറയാൻ ഉള്ള പ്രാവീണ്യം നമ്മൾ പല ആളുകൾക്കും ഇല്ല. അത് എക്സ്പേർട്സ് ആണ് പറയേണ്ടുന്നത്. 2, ഇതിൻ്റെ ശാസ്ത്രീയ തെളിവുകൾ ഇനി ലഭ്യമാക്കേണ്ടതുണ്ട്. ആദ്യം ഡെഡ് ബോഡി റിട്രീവ് ചെയ്യുന്ന പ്രോസസ്സിൽ DNA നോക്കൂ ശരത്ത്, ഇതുവരെ DNA എല്ലാവരും ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല, പല ശവശരീരങ്ങളും ലഭിച്ചിട്ടില്ല, എവിടെയാണെന്ന് പോലും അറിയില്ല. അപ്പം ഇങ്ങനൊരു സാഹചര്യമാണുള്ളത്. അപ്പം അങ്ങനെയുള്ള പ്രാഥമികമായ രക്ഷാപ്രവർത്തനം, റെസ്ക്യൂ കാര്യങ്ങൾ, ഈ ആളുകളുടെക്കുള്ള DNA പരിശോധിച്ച് അവരെ കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ, ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. അതിന് തൊട്ടടുത്ത ശേഷം മാത്രമായിരിക്കും പ്രയോറിറ്റൈസ് ചെയ്യുമല്ലോ. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് വ്യോമയാന മന്ത്രാലയം ഒരു കമ്മീഷനെ നിയമിക്കുന്നു, ചർച്ചകൾ നടത്തുന്നു, അവർ പരിശോധിക്കുമെന്ന് പറയുന്നു. വിദഗ്ധ സംഘം രൂപീകരിക്കുന്ന ഘട്ടത്തിലാണ് ബ്ലാക്ക് ബോക്സിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം വിലയിരുത്തലേക്ക് വരുന്നത്. നമ്മൾ അപ്പോഴും പറഞ്ഞിരുന്ന ഒരു 10-15 ദിവസത്തിനുള്ളിൽ, അങ്ങനെയാണെന്ന് തോന്നുന്നു എൻ്റെ ഒരു കണക്ക്, ഒരു 2 ആഴ്ചക്കുള്ളിൽ ബ്ലാക്ക് ബോക്സ് വിശദമായി പരിശോധിച്ച് കഴിഞ്ഞാൽ എന്താണ് അപകട കാരണമെന്ന് വ്യക്തമാവും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ ബ്ലാക്ക് ബോക്സ്, സാധാരണ ഗതിയിൽ അങ്ങനെ ബ്ലാക്ക് ബോക്സിന് പരിക്കുകൾ പറ്റാത്തതാണ്. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം കൂടെ വരുന്നുണ്ട് ശരത്ത്. അതായത് വിമാനാപകടത്തിൽ വിമാനം പൊട്ടിത്തകർന്നു പോയാലും ബ്ലാക്ക് ബോക്സ് പൂർണ്ണമായും സുരക്ഷിതമായിരിക്കും. എല്ലാ വിമാനാപകടങ്ങളിലും കണ്ടെത്തിയിട്ടുള്ള ബ്ലാക്ക് ബോക്സുകൾ, അതിനാണ് ബ്ലാക്ക് ബോക്സുകൾ രൂപീകരിക്കപ്പെടുന്നതിൻ്റെ ഒരു സാങ്കേതികത്വം എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ ബ്ലാക്ക് ബോക്സിന് തന്നെ പ്രശ്നം വരിക എന്ന് പറയുമ്പോൾ അവിടെയും നമുക്ക് വേണമെങ്കിൽ കുറച്ച് കോൺസ്പിറസി തിയറിയോ അല്ലെങ്കിൽ ആശങ്കകളോ, ഒരു അട്ടിമറി നടന്നിട്ടുണ്ടോ, നമ്മുടെ സംശയങ്ങളും അസംഷൻസുമാണ്. അപ്പൊ നമുക്ക് അതിനെ തള്ളിക്കളയാൻ പറ്റില്ല. നമ്മൾ പറയില്ല, നമുക്ക് മുന്നിൽ ഇപ്പോൾ ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും, അല്ലെങ്കിൽ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ എല്ലാ വശവും നോക്കും. ഇപ്പോൾ ഡെഡ് ബോഡി കാണുക, വഴിയിൽ വെച്ച് കാണുക, പോലീസ് എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾ പല രീതിയിലും സംശയിക്കും. ആ ഒരു രീതിയാണ് നമ്മൾ നോക്കുന്നത്, ഇത് എങ്ങനെ ആയിരിക്കും. അത് മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ ബാധിക്കുന്ന ഒരു വിഷയമായി മാറുകയാണോ എന്ന ചോദ്യം നാനാഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മിണ്ടാതിരുന്നത് തന്നെ
ബ്ലാക്ക് ബോക്സ് റിട്രീവ് ചെയ്തിട്ട് അതിൽ നിന്ന് കൃത്യമായൊരു ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയാണ് നമ്മൾ സംയമനം പാലിച്ച് നമ്മൾ ഇതിനകത്ത് കൂടുതൽ അഭിപ്രായങ്ങൾ പറയാതെ പോയി. പക്ഷേ ഇനിയും ഇതും കൂടെ വന്നപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് സംശയങ്ങൾ കൂടി. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മൾ അഭിപ്രായങ്ങൾ പറയുന്നത് അല്ലാണ്ട് നമ്മൾ ഒരു കണക്കിലും നമ്മൾ മാർഗ്ഗനിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളോ ഒന്നുമല്ല പറയുന്നത്. ഇവിടെ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത്? നേരത്തെ കഴിഞ്ഞ ദിവസവുമായിട്ട് ബന്ധപ്പെട്ട വിദഗ്ധരോട് ചോദിച്ചപ്പോൾ പറയുന്നത് പല രീതിയിലും ഇത് അട്ടിമറിക്കാനുള്ള സാധ്യതകൾ നേരിയതാണെങ്കിൽ പോലും അവർ കണക്കാക്കുന്നുണ്ട്. തുർക്കിയുടെ ഇതാണ് നമ്മുടെ ഈ വിമാന ഇത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഇപ്പോഴും പല എയർപോർട്ടുകളിലും തുർക്കിയുടെ ഒരു ഏജൻസികളാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ വരെ കടന്നു ചിന്തിക്കുന്നുണ്ട്. മാത്രമല്ല ഇവിടെ തന്നെ എങ്ങനെയാണ് ഈ ഫ്ലൈറ്റ് എത്തിയത്? ഇന്ത്യയിൽ നിന്നാണോ ഇത്? മാത്രമല്ല ഇത് പാരീസിൽ നിന്നാണ് വരുന്നതെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇന്ധനത്തിൽ പോലും അഡൾട്രേഷൻസ് ഉണ്ടായി കാണുമോ? അതുവഴിയും ഒരു അട്ടിമറി ഉണ്ടാക്കാൻ സാധിക്കും, ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ പോലും പറ്റുമെന്ന രീതിയിൽ അത്യാധുനിക സുരക്ഷാ സംവിധാനം ഉണ്ടെങ്കിൽ പോലും അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഉണ്ട് എന്ന് പറയുമ്പോഴാണ്. മാത്രമല്ല ബോയിങ് വിമാനം തകർന്നതിന് ശേഷം ഈ വിമാനത്തിൽ അതിനു മുൻപ് യാത്ര ചെയ്തിരുന്ന ആളുകൾ പകർത്തിയ വിഷ്വൽസ് ഉണ്ട്. വിമാനത്തിലെ എയർ കണ്ടീഷൻ വർക്ക് ചെയ്യാത്തത്, അത് പല ഘട്ടങ്ങളിലും പൊട്ടിത്തകർന്നിരിക്കുന്ന ഇന്റീരിയറും അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് വിമർശനങ്ങൾ വന്നിരുന്നു. എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയ വീഴ്ചയാണോ ഇതെന്നൊരു തരത്തിലുള്ള അഭ്യൂഹങ്ങളും ഇതിൻ്റെ ഒരു വശത്തുകൂടി നടക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ ബ്ലാക്ക് ബോക്സിൽ നിന്നും റിട്രീവ് എടുക്കാൻ പറ്റുന്ന ഡേറ്റയ്ക്കും ഇനിയിപ്പം കാലതാമസം ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ പ്രതിസന്ധിയാണ്. ഏതായാലും ഇത് പരിഹരിക്കപ്പെടേണ്ടതാണ്. ഇതൊക്കെ സാങ്കേതികത്വമായിരിക്കാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം 241 യാത്രക്കാരും 50-ലധികം വരുന്ന വിദ്യാർത്ഥികളും കൊല്ലപ്പെടുക അല്ലെങ്കിൽ മരണപ്പെടുന്ന ഒരു സിറ്റുവേഷനാണ്. മാത്രമല്ല ഇതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ ദേശീയ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ അതിന് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു വിഷയം. അപ്പോൾ ഇതിനകത്ത് വാർത്താ ചാനലുകളുടെ കാര്യവും നമ്മുടെ കമന്റുകളൊന്നും നോക്കണ്ട. പക്ഷേ ഇതിനകത്ത് ഈ കാണുന്ന ആൾ തന്നെ നമുക്കറിയാം, വിദഗ്ധർ കാണും. ചിലപ്പോൾ ഇതൊരു നയതന്ത്ര രഹസ്യമായിട്ട് തന്നെ ഇതിന് അന്വേഷണം പോയാലും നമുക്ക് അത്ഭുതപ്പെടില്ല. അതുകൊണ്ട് തന്നെ ഉത്തരം കിട്ടുകയില്ലയോ എന്നതിനെ ആശ്രയിച്ച് നമ്മൾ നിൽക്കണ്ട. പക്ഷേ നമ്മുടെ ഈ രംഗത്തെ വിദഗ്ധർ തന്നെ ഇതിനൊരു കൃത്യമായ ഉത്തരം അവർ കണ്ടെത്തും, അതിനൊരു പരിഹാരം കണ്ടെത്തുമെന്നും നമുക്ക് പ്രത്യാശിക്കാം.